ഇതൊരു യാത്രയാണ്, മരുഭൂമിയിലെ ഏകാന്ത ജീവിതങ്ങളെ തേടി. മലയാളിയുടെ സാഹിത്യഭാഷയിൽ പറഞ്ഞാൽ ആട് ജീവിതങ്ങളെ തേടി. നോമ്പുകാലത്ത് അവർക്കായി ഒരു പിടി ചോറും ഒരുപാട് സന്തോഷങ്ങളും കരുതിക്കൊണ്ടാണ് ഈ യാത്ര. UAE-യിലെ ഒരു പറ്റം മലയാളി സുഹൃത്തുക്കൾ ഒന്നുചേർന്ന്. കിലോമീറ്ററുകൾ മരുഭൂമിയിലൂടെ സഞ്ചരിച്ച് വേണം ആടുകളെയും ഒട്ടകങ്ങളെയും പോറ്റി ജീവിക്കുന്ന ഉസ്ബകളിലേക്കെത്താൻ. മുൻപേ പോയ വാഹനത്തിന്റെ ടയർ പാടുകൾ പിന്തുടർന്ന് വേണം യാത്ര. പലപ്പോഴും വാഹനങ്ങളുടെ ടയർ മണലിൽ പുതഞ്ഞു. കിലോമീറ്ററുകൾ പിന്നിട്ടപ്പോൾ മരുഭൂമിക്ക് നടുവിൽ വേലികെട്ടി തിരിച്ച ഒരു ഉസ്ബ കണ്ണിൽപ്പെട്ടു. വേലിക്കകത്ത് ആടുകളും പശുക്കളും ഒട്ടകങ്ങളും. മരുഭൂമിയുടെ ഉള്ളിലേക്ക് കയറും തോറും കൂടുതൽ ഉസ്ബകൾ, കൂടുതൽ ഏകാന്ത ജീവിതങ്ങൾ. ഒന്നോ രണ്ടോ പേരാണ് ഓരോ ഉസ്ബകളിലും താമസിക്കുന്നത്. പ്ലൈവുഡ് കൊണ്ട് കെട്ടിയുണ്ടാക്കിയ ചെറിയ മുറികളിലാണ് ജീവിതം. മറ്റു ചിലർ ഒരു കാറ്റിൽ പറന്നുപോയേക്കുമെന്ന് തോന്നുന്ന ടെന്റുകളിൽ. വൈദ്യുതി പോലുമില്ലാത്ത ഈ ഉസ്ബകളിൽ ഫാൻ പോലും ചിന്തിക്കാൻ പറ്റാത്ത ആഡംബരമാണ്. പല ഉസ്ബകളിലും ഒരാൾ മാത്രമാണുള്ളത്. വാരാന്ത്യങ്ങളിലെത്തുന്ന അർബാബ് മാത്രമാണ് ഇവിടേക്കുള്ള ഏക സന്ദർശകൻ. ഓരോ ഉസ്ബകളിലെയും തൊഴിലാളികൾക്ക് നോമ്പുതുറയ്ക്കുള്ള വിഭവങ്ങളും ഒരു മാസത്തേക്കുള്ള പലചരക്ക് സാധനങ്ങളും വസ്ത്രങ്ങളുമെല്ലാം നൽകി. കൂട്ടത്തിലെ കൊച്ചുകുട്ടികൾക്കായിരുന്നു മുതിർന്നവരേക്കാൾ ആവേശം. റമസാൻ വിഭവങ്ങളുമായി എത്തിയ അതിഥികളെ ഉസ്ബകളിലുള്ളവർ നിറഞ്ഞ ചിരിയോടെ സ്വീകരിച്ചു. അതിഥികളെ കണ്ടപ്പോൾ നിറസന്തോഷം. ഒടുവിൽ അതിഥികൾ നൽകിയ സമ്മാനങ്ങളെല്ലാം വാങ്ങി മരുഭൂമിക്ക് നടുവിലെ അവരുടെ ഏകാന്ത ലോകത്തിലേക്ക് ഓരോരുത്തരും തിരിച്ചു നടന്നു. गर्मी है बस, और ये और क्या है, बस गर्मी है. गर्मी में मुश्किल है, और ठंडी में थोड़ा अच्छा है. गर्मी में थोड़ा मुसीबत है, करवा नहीं है, कुछ नहीं है, इसलिए बस वही है. एकला है इधर, हम एकला आदमी है बस, और कोई नहीं है. ബംഗ്ലാദേശിൽ നിന്നുള്ള മുഹമ്മദ് രാജുവിന്റെ ഉസ്ബയിലാണ് യാത്ര അവസാനിച്ചത്. മരുഭൂമിക്ക് നടുവിൽ കിടന്നുറങ്ങാൻ കെട്ടിയുറപ്പിച്ച മരപ്പലകയിൽ ഇരുന്ന് എല്ലാവരും നോമ്പു തുറന്നു പ്രാർത്ഥിച്ചു. ഒരു വലിയ അനുഭവം എന്നാണ് സംഘത്തിലുണ്ടായിരുന്ന ഓരോരുത്തരും ഈ യാത്രയെ വിശേഷിപ്പിച്ചത്. ഒരുപാട് സന്തോഷം ഇങ്ങനെ ഒരു കാര്യത്തിൽ പങ്കാളിയാവാൻ കഴിഞ്ഞതിൽ. എന്ന് വെച്ചാൽ നമ്മുടെ മക്കളിൽ ഇങ്ങനൊരു എല്ലാ തരത്തിലുള്ള ആളുകളെയും കണ്ടുപഠിക്കണം മക്കൾ. അല്ലാതെ എല്ലാം വലിയ നിലയിൽ മാത്രം കണ്ടിട്ട് കാര്യമില്ല. മക്കൾ എല്ലാം കഷ്ടപ്പാട് അനുഭവിക്കുന്നവരെ കണ്ടു വളർന്നാലേ മക്കൾക്ക് ആ ഒരു ചിന്ത മനസ്സിലുണ്ടാവുള്ളൂ. അതുകൊണ്ട് എപ്പോഴും ഇങ്ങനെയുള്ള കാര്യങ്ങൾ നല്ലതാണ്. ഭക്ഷണത്തിന്റെ വിലയെന്തെന്ന് ഓരോ കൊച്ചുകുട്ടിക്ക് പോലും മനസ്സിലാക്കി കൊടുക്കുന്നതായിരുന്നു ആ വൈകുന്നേരം. എനിക്ക് വളരെ ഇഷ്ടമായി. എനിക്ക് ഇതിപ്പോൾ കണ്ടപ്പോൾ എനിക്ക് നല്ലോണം മനസ്സിലായത് നമ്മൾ ഫുഡ് വേസ്റ്റ് ചെയ്ത് ഇത്രയും ആൾക്കാർ ഇവിടെ ഇങ്ങനെ ഇത്ര കഷ്ടപ്പെടുന്നുണ്ട്. ഇതൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഫുഡ് കൊടുക്കണ്ടേ. നിലമ്പൂർ സ്വദേശിയായ ഫാസിൽ മുസ്തഫയാണ് ഈ കൂട്ടായ്മയ്ക്ക് ചുക്കാൻ പിടിക്കുന്നത്. ഫാസിലിന്റെ ഫേസ്ബുക്ക് പേജിലൂടെ കേട്ടറിഞ്ഞാണ്
ഓരോരുത്തരും ഈ യാത്രയുടെ ഭാഗമായത്. മരുഭൂമിയിലൂടെ ഒരുപാട് യാത്രകൾ ചെയ്യുമായിരുന്നു. അജ്മാൻ റാസൽ കൈമ ഏരിയയിൽ, അതുപോലെ അബുദാബി ഏരിയയിൽ ഒക്കെ ഒരുപാട് യാത്ര ചെയ്യുമായിരുന്നു. അങ്ങനെ അധികം ഉള്ളിലേക്ക് പോകുന്ന സമയത്ത് 1-2 ആൾക്കാരെ കാണുമായിരുന്നു. ഒട്ടകം മേയ്ക്കുന്നവരും ആട് മേയ്ക്കുന്നവരും ഒക്കെ ആയിട്ട് അവരായിട്ട് ഏകദേശം ഒരു 10-20 മിനിറ്റോളം നമ്മൾ സ്പെൻഡ് ചെയ്യും. എങ്ങനെയാണ് അവരുടെ ജീവിതം, എങ്ങനെയാണ് അവർ ആഹാരം കഴിക്കുന്നത്, നാട്ടിലേക്ക് എത്ര വർഷം കൂടുമ്പോഴാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ അവരുടെ കാര്യങ്ങൾ മനസ്സിലാക്കിയപ്പോൾ തോന്നി ഇവർ മറ്റ് ക്യാമ്പുകളിലേക്കാളും ഡിസർവിങ് ആയിട്ടുള്ള ആളുകൾ തന്നെയാണ് ഇവിടെ എന്നുള്ളത്. ഡെയിലി വന്നു പോകാൻ കഴിയില്ല. അപ്പോൾ അതിന് പകരമായിട്ടാണ് ഇപ്പോൾ പഞ്ചസാരയും ഉപ്പും തേയില, അരി, ആട്ട തുടങ്ങിയവയെല്ലാം തന്നെ ഏകദേശം ഒരു 10-20 ദിവസത്തേക്കുള്ള സാധനങ്ങൾ തന്നെ നമ്മൾ അവർക്ക് കൊണ്ടുവച്ചിട്ട് പോകുന്നത്. എല്ലാ മാസത്തിലും കഴിഞ്ഞ 2 വർഷത്തിനിടയിൽ ഒരു മാസം പോലും വിടാതെ ഈ ഏരിയകൾ കംപ്ലീറ്റ് കവർ ചെയ്യലുണ്ട്. റമസാനിൽ ഒരു ദിവസം പോലും മുടങ്ങാതെ ഫാസിലും സുഹൃത്തുക്കളും പാവപ്പെട്ട തൊഴിലാളികൾക്കായി നോമ്പുതുറ ഒരുക്കുന്നു. വീട്ടിൽ പാകം ചെയ്ത ഭക്ഷണം തന്നെയാണ് തൊഴിലാളികൾക്കുള്ള നോമ്പുതുറയിൽ വിളമ്പുന്നത്. വീട്ടിൽ നമ്മൾ എന്നും വിരുന്ന് ഒരുക്കുന്നതിനേക്കാളും ഏറ്റവും എനിക്ക് വളരെ ഒരു സാറ്റിസ്ഫാക്ഷൻ ഈ ഒരു എന്താ പറയുക, അർഹതപ്പെട്ട ആളുകൾക്ക് ആഹാരം കൊടുക്കുന്നതിന് വളരെ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. കാരണം നമ്മൾ വീടുകളിൽ ഒരുപാട് വിഭവങ്ങൾ ഉണ്ടാക്കി നമ്മളിൽ മാത്രം ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. പക്ഷേ ഇത് നമ്മൾ നോമ്പ് തുറക്കുന്നതിനോടൊപ്പം തന്നെ അത് വേണ്ടപ്പെട്ട ആളുകളിലേക്കും എത്തുന്നതിന് വളരെ സന്തോഷം. കൂടുതൽ ആളുകൾ ഈ കൂട്ടായ്മയുടെ ഭാഗമാകണമെന്നാണ് ഓരോരുത്തരുടെയും ആഗ്രഹം. ശരണത്തെ വീട്ടിലുണ്ടാക്കുന്ന ഫുഡാണ് ഞങ്ങൾ എല്ലായിടത്തും എത്തിച്ചു കൊടുക്കുന്നത്. അതേമാതിരി ഒരുപാട് ഫാമിലി ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ട്. അതേമാതിരി ഒരുപാട് വാട്സപ്പ് ഗ്രൂപ്പ് ഒരുപാട് പേരുണ്ട്, അവരും ഞങ്ങളുടെ കൂടെ കൂടുന്നുണ്ട്. നോമ്പ് തുറ കഴിഞ്ഞിട്ടാണ് ഈ ഫുഡ് തയ്യാറാക്കുന്ന രീതി. അത് ഉള്ളിയാണെങ്കിലും പച്ചമുളകാണെങ്കിലും തക്കാളി ആണെങ്കിലും അതൊക്കെ അരിയണത് രാത്രി സമയങ്ങളിലാണ്. അവരുടെ ഡ്യൂട്ടികൾ കഴിഞ്ഞിട്ടാണ് ഇതിനെ സപ്പോർട്ട് ചെയ്യുന്നത്. ഇനിയും ഇത്തരം കൂടിച്ചേരലുകൾ ഉണ്ടാകുമെന്ന് ഉറപ്പിച്ചാണ് ഇവർ ഓരോരുത്തരും മടങ്ങുന്നത്. നമ്മൾ പലരുടെയും ജീവിതങ്ങൾ പഠിക്കുകയും എത്രത്തോളം ബുദ്ധിമുട്ടിയിട്ടാണ് പലരും ഇവിടെ ജീവിക്കുന്നതെന്നുള്ളത് മനസ്സിലാക്കുന്നതിൻ്റെ കൂടെ നമ്മളെ മക്കൾക്ക് കൂടി ഇതിൻ്റെ ഒരു ഉള്ളിലുള്ള ഒരു സംഗതികൾ മനസ്സിലാക്കി കൊടുക്കാൻ സാധിച്ചതിൽ വളരെയധികം നന്ദി ഫാസിൽ ഭായിനോടുണ്ട്. മണൽക്കാടിന് നടുവിൽ ഒറ്റയ്ക്ക് ജീവിക്കുന്ന ഇവരുടെ ജീവിതത്തിൽ അല്പം സന്തോഷം പകരാനായാൽ അതാണ് വലിയ കാര്യമെന്ന് വിശ്വസിക്കുന്നു ഈ സൗഹൃദക്കൂട്ടം. ത്രിമാന ചിത്രരചനയിലെ കുറച്ച് പരീക്ഷണങ്ങൾ കാണാം ഇടവേളയ്ക്ക് ശേഷം.